എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം, കേരള പളനി എന്നും അറിയപ്പെടും. അപ്പോൾ ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇത് 250 പടിക്കെട്ടുണ്ട് എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ. പഴയ വഴി ഇത് തന്നെയാണ്, ഇപ്പോഴും ഇതുവഴി തന്നെയാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. പടി കയറാൻ പറ്റുന്നെങ്കിൽ അതൊരു നേർച്ച പോലെ കയറാം, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കയറി പോകാം. അപ്പോൾ ടോട്ടൽ 250 സ്റ്റെപ്സാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ, എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പക്ഷേ ഇവിടുത്തെ പടിക്കെട്ടുകൾ അങ്ങനെ ഭയങ്കര ഹാർഡാണെന്ന് തോന്നുന്നില്ല. കുറേ നിരപ്പായ സ്ഥലമുണ്ട്, പിന്നെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറേ നടക്കാം. അങ്ങനെ കയറി ആ ഹൈറ്റിലെത്തുന്നു. ബിജുമേനോനും ദേവിക ഇവർ രണ്ടും അഭിനയിച്ചൊരു മൂവിയില്ലേ, അതിൽ ഈ ക്ഷേത്രത്തിൽ അവരിങ്ങനെ പടി കയറി പോകുന്നതായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ്. രാവിലെ തന്നെ ഇറങ്ങിയതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് നല്ല ഭംഗിയാണ് സൺറൈസിൻ്റെ ആ ഒരു സമയമൊക്കെ. ചില സമയത്തൊക്കെ മൂടൽ മഞ്ഞൊക്കെ കാണും, പക്ഷെ ഇന്ന് അത്ര തണുപ്പില്ല. ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് വരാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. ഇനി കുറച്ച് സ്റ്റെപ്സ് കൂടി കയറി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ അയ്യോ, നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ട് വരികയാണ്. പക്ഷേ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ കറക്റ്റ് സൺറൈസ് ആയി കേട്ടോ. ആ ഭാഗത്ത് നല്ല ഓറഞ്ച് ഷെയ്ഡിൽ സൂര്യനിങ്ങനെ ഉദിച്ച്, എൻ്റെ ദൈവമേ, എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. മേഘങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നു. കോട കണ്ടോ, ഈ സൈഡിലൊക്കെ താഴേക്ക് നല്ല കോടയുണ്ട്. ഇന്ന് അധികം ഇല്ല, എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. കേരള പഴനി എന്ന് പറയുന്നത് തന്നെ ഇതുകൊണ്ടാണ്. ഏറ്റവും കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഭഗവാന്റെ ഇരിപ്പിടം. മുരുകക്ഷേത്രങ്ങളെല്ലാം, ഓൾമോസ്റ്റ് എല്ലാ മുരുകക്ഷേത്രവും കുന്നിൻ്റെ മുകളിലാണ്, എപ്പോഴും ഒരു ഹൈറ്റുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഒരേ ഒരു മുരുകക്ഷേത്രമുള്ള ബീച്ച് സൈഡിലുള്ളത്. സൂര്യൻ്റെ ഉദിച്ച് മുകളിലോട്ട് വരുന്നത്. അത് നമ്മൾ ഇത്ര നേരം ആ മേഘങ്ങളുടെ ഇടയിലായിരുന്നു. അപ്പോൾ നോക്കിയേ, കുറച്ച് ഭംഗി ഇങ്ങനെ വരണേ. വാവ്, ഇത് ശരിക്കും ഒരു സൺറൈസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സൂര്യോദയം കാണുകയാണ് നമ്മൾ എരുത്താവൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന്. അയ്യോ, സൂര്യൻ്റെ കറക്റ്റ് മുകളിലേക്ക് പോകുന്നു. നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വരാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബ്യൂട്ടിഫുൾ സൈറ്റ്. ഞാൻ ഇതുപോലെ ഒരു സൂര്യോദയം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത്രയും ഭംഗിയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനി സൂര്യൻ മേളിലേക്ക് കയറും, വെളിച്ചം കൂടും, വെയിലാകും. ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ ചുറ്റി നോക്കിക്കോളൂ. പിന്നെ ഈ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നോക്കാം. എന്താ ഭംഗി! വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇത് പ്യുവറായിട്ടുള്ള നമ്മൾ ഭഗവാനെ കാണുകയാണ്, സൂര്യഭഗവാനെ. അപ്പോൾ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കൈകാലുകൾ കഴുകാനായിട്ടൊരു പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് കൈകാലൊക്കെ കഴുകി എന്നിട്ട് മുകളിലേക്ക്. ഈ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രാധാന്യം ഈ പടിക്കെട്ടുകൾ തന്നെയാണ്. 250 പടിക്കെട്ട് കയറി വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ രസീത് എഴുതി അർച്ചനയ്ക്കെല്ലാം അകത്തേക്ക് കയറും. ദീപാരാധനയെല്ലാം കഴിഞ്ഞു, അർച്ചന കഴിച്ചു. ഉപദൈവങ്ങളാണ് ഗണപതി ഭഗവാനും
അതായത് വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു, മനോഹരമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഭഗവാനെ അടുത്ത് നിന്ന് കണ്ടു. ഇനി ഇവിടെ നിന്ന് ഉപദൈവങ്ങൾ, ഇവിടുത്തെ നാഗരാജാവ്, അകത്ത് ദേവിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ മുരുകക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പ്രതിഷ്ഠയുടെ പഴയൊരു പ്രതിഷ്ഠയാണ് ഇപ്പുറത്തേക്കുന്ന വേറൊരു മുരുക ഭഗവാനുണ്ട്. അത് 3 മുഖമാണ്, നവഗ്രഹങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. ഇതൊരു ഭയങ്കര സെറൈൻ അറ്റ്മോസ്ഫിയറാണ്. കുറേ ഭക്തജനങ്ങൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഉത്സവമൊക്കെ തുടങ്ങാൻ പോകണം അടുത്ത്, എനിക്കൊന്ന് 22, 23. ഞാൻ നോട്ടീസ് നോക്കിയിട്ട് പറയാം. വിശേഷപ്പെട്ട ക്ഷേത്രമാണ്, പൗരാണികമായ ക്ഷേത്രം. ഇതിൻ്റെ വർഷം എന്നാണ് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കാര്യം എഴുതപ്പെട്ട രേഖകളൊന്നുമില്ല. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ അറിയുന്നതാണ്, പറഞ്ഞറിഞ്ഞ് തലമുറകൾ കൈമാറി വന്നത്. ഇവിടുത്തെ പ്രാധാന്യം വെച്ചാൽ അതായത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് കണക്റ്റഡായിട്ട് ഇപ്പോൾ ആര്യങ്കാവ്, അച്ചൻകോവിൽ, കൊളത്തൂപ്പുഴ, അതൊക്കെയില്ല ആ ക്ഷേത്രങ്ങൾ. അതുപോലെ തന്നെ അതോടൊപ്പം പ്രാധാന്യമാണ് ഈ ഒരു ക്ഷേത്രം, എരുത്താവൂരിലെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യ സ്വാമിയാണ്. പിന്നെ എല്ലാ മുരുക ടെമ്പിളും പോലെ എക്സെപ്റ്റ് തിരുച്ചെന്തൂരിലെ മുരുക ഭഗവാനാണ് കടൽക്കരയിലിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഹിൽ ടോപ്പിലാണ് ശരിക്കും, ഈ പാറയുടെ മുകളിൽ. ഇത് ഏറ്റവും പൊക്കത്തിലാണ് കേട്ടോ, പാറ മുകളിലാണ്. അതിൻ്റെയൊക്കെ അംശം നമുക്ക് കാണാം. അത് ഈ സൈഡിലൊക്കെ നോക്കിയേ, പാറകളാണ്, പാറയെല്ലാം ഇടിച്ചിട്ട്. ഇപ്പോൾ ഇത് വലിയൊരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ചെറിയ രീതിയിലുള്ളൊരു ക്ഷേത്രത്തിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. ഇതെല്ലാം പഴയ പാറകളുടെ ആ ഭാഗമൊക്കെ കാണാം. ഇവിടെ ഒരു നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഈ ഭാഗത്തെത്തുമ്പോൾ വീണ്ടും വ്യൂ പോയിൻ്റ് കാണാം കേട്ടോ. ഇവിടെ കാലും കൈയും കഴുകാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഇവിടെയും അന്നദാനമൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ. നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതൊരു പാറമടയാണ്, താഴോട്ട് കാണിക്കാം. പാറമടയിൽ പാറയുടെ ഭാഗങ്ങളാണല്ലോ, അത് പൊട്ടിച്ചതിൻ്റെ അവിടെ വെള്ളം കെട്ടി കിടക്കുന്നതാണ്. അത് ഭയങ്കര ഡീപ്പാണ്, വളരെ അപകടകരമായ ഒരു വലിയൊരു പാറമടയാണ്. ഓക്കെ, എന്ത് ഹൈറ്റിലാണ് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. നമ്മൾ താഴേന്നേ കണ്ടു തുടങ്ങി, പടി കയറി ആ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നോക്കിയേ, അത് വെസ്റ്റേൺ ഗാട്സിൻ്റെയും മലനിരകളാണ് ഏറ്റവും ബാക്കിലായിട്ട് കാണുന്നത്. ഒരു ഭാഗം മേഘങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് അങ്ങോട്ട് മൂടി കിടക്കുകയാണ്. അല്ലാണ്ട് നോക്കുമ്പോൾ കാണാം അവിടെ ആയിട്ടിങ്ങനെ ആ വെസ്റ്റേൺ ഗാട്സിൻ്റെ മലനിരകളുടെ ആ ഒരു പാറ്റേൺ നമുക്കറിയാൻ പറ്റും. ഇവിടെയൊക്കെ കുറച്ച് കോടയാണ്. ഇപ്പോഴത്തെ സൂര്യൻ കുറച്ച് മേളിലേക്കൊക്കെ വന്നു, അത് കാരണം ആ സൂര്യരശ്മികളും ഒക്കെ ആയിട്ട് വേറൊരു മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, രക്ഷയില്ല. ഇത് നമ്മുടെ പഞ്ചാമൃതം. ഓക്കെ, അത് ഇവിടുത്തെയാണോ നിങ്ങൾ ആണല്ലേ? അത് ശരി, ഓക്കെ. പഞ്ചാമൃതം അത് മുരുക ഭഗവാന് വളരെ പ്രധാനമാണല്ലോ. നിങ്ങളൊക്കെ മാലയിട്ടിരിക്കുന്ന കാവടി എടുക്കാനാണോ? ഇവിടെ കാവടി നേർച്ചയുണ്ട്. ഇവരെല്ലാം കാവടിക്ക് വേണ്ടി മാലയൊക്കെ ഇട്ട് നേർച്ച. എത്ര ദിവസത്തെ വ്രതമാണ്? 43 ദിവസത്തെ വ്രതം. ഇവിടെ താമസിക്കണോ അതോ വേണ്ട വീട്ടിൽ പോവാം? ഇവിടെ വന്ന് പൂജിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വ്രതമാണെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. ഒന്ന് കൈ വെജിറ്റേറിയൻ ആണ്. എന്നിട്ട് ഇത് എന്ത് കാവടിയാണ് നിങ്ങൾ ചെയ്യുന്നത്? വേലി കാവടി. അല്ലാണ്ട് ഈ ശൂലം അത് തന്നെ. ഓക്കെ. പിന്നെ വേറെ പലതരം കാവടികളുടെ നേർച്ചയുണ്ടല്ലേ ഇവിടെ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഉത്സവം തുടങ്ങുന്നത് ഈ ഇപ്പോൾ ഒരു 10 ദിവസത്തെ ഉത്സവം വരുന്നുണ്ടല്ലോ അല്ലേ? ഈ ഉടനെ തന്നെ 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. കൊടിയേറും, അത് കഴിഞ്ഞാൽ 10 days ഓഫ് ഫെസ്റ്റിവൽ. സന്തോഷം. ഓക്കെ, ശരി. പളനിയിൽ പോയാലും പഞ്ചാമൃതം പ്രധാനം. എന്ത് ടേസ്റ്റാണ്. എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കേരള പഴനി. ഇവിടുത്തെ നോട്ടീസാണ് ഈ ഉത്സവത്തിൻ്റെ. തൈപ്പൂയ കാവടി മഹോത്സവം എന്നോട്ടാന്ന് വെച്ചാൽ ജനുവരി 23 മുതൽ ഫെബ്രുവരി 1 വരെ ഉണ്ട്. വളരെ വിശേഷമാണ്, നല്ല തിരക്കായിരിക്കും. ഭയങ്കര ഒരുപാട് പൂജകളുണ്ട്. തൃക്കൊടിയേറ്റ്, പള്ളിവേട്ട, കാവടി, ഘോഷയാത്ര, ആറുമുഖ വിഗ്രഹ എഴുന്നള്ളിപ്പ്, തിരുവാറാട്ട് എല്ലാം കൂടി ചേർന്ന് വരുന്ന പരിപാടിയാണ്. വലിയ ഉത്സവമാണ് ഇനി വരാൻ പോകുന്നത്. 1-ാം തീയതിയാണോ കാവടി? അടുത്ത 1-ാം തീയതി നോക്കാം. ഓക്കെ, നിങ്ങളുടെ പരിപാടിയാണ് അല്ലേ? അത് താഴെയാണോ മേളിലാണോ? ഒന്ന് കയറി വരും അല്ലേ? പടി കയറി വരുമോ? ഒരുപാട് പേര് കാണും അല്ലേ? ഇന്ന് പാർക്ക് എന്തോ ഒരു ഇതുപോലെ വന്ന ആർക്ക് എന്തോ പറ്റിയത്? 2 പേർക്ക് വന്നാ? ആണോ? അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വരും അല്ലേ?
അറിയാൻ പറ്റില്ല അവർക്കറിയാൻ പറ്റില്ല. നിങ്ങൾ വ്രതമൊക്കെ എടുത്ത് ചെയ്യുന്നല്ലേ? എല്ലാ വർഷവും ചെയ്യുമോ അതോ നേർച്ചയാണോ? കന്നിക്കാവടിയാണ് ആണല്ലേ? ഇതൊരു നേർച്ചയല്ലേ? എന്തായാലും എന്തെങ്കിലുമൊക്കെ വീട്ടുകാർ പറയുന്നതാണ് അല്ലേ? അതോ നിങ്ങൾ തന്നെ സ്വന്തം ഇഷ്ടത്തിന് നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്? ആണോ? ശരി. കിഴക്കേക്കോട്ട ഇവിടുത്തെ ഉണ്ണിയപ്പം. അപ്പോൾ ഇനി നമുക്ക് പോകാം. അപ്പോൾ തിരിച്ച് വാഹനമേളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വാഹനം വരുന്ന റൂട്ടുണ്ട് വേണമെങ്കിൽ. അപ്പോൾ വാഹനമേളിൽ എത്തിയിട്ടുണ്ട്. അതിൽ കയറിയിട്ട് താഴോട്ട് പോകാം. പക്ഷെ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഈ ഒരു പുണ്യക്ഷേത്രം മസ്റ്റ് ആയിട്ട് നമ്മൾ വന്ന് പ്രാർത്ഥിച്ചിരിക്കണം വിശ്വാസികൾ. തിരിച്ചിറങ്ങുന്ന പടിയുടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ നടയുടെ തൊട്ട് താഴെ വന്നിരിക്കുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ സീൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വെയിലായി. പക്ഷേ ഇതാണ് കറക്റ്റ് ടൈം. ഇവിടെ ഒരു 6 മണിക്കെങ്കിലും എത്തണം. അപ്പോൾ ആ സൺറൈസും കണ്ട് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ ഒരു ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ പ്രകൃതിയെ തൊഴുത് കയറുക എന്ന് പറയുന്നത്. സൂര്യ നമസ്കാരം പോലെ സൂര്യനെയും കണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇതെല്ലാം ബ്യൂട്ടി കണ്ടിട്ട് നമ്മൾ നല്ല പ്യുവർ ഹാർട്ടായിട്ട് നമ്മൾ അകത്തേക്ക് കയറും. ബാലസുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, പോസിറ്റിവിറ്റി. ഓക്കെ, തലമുണ്ടനം ചെയ്യുന്ന നേർച്ചയുണ്ട്. അതിവിടെ ഒരു സ്ഥലത്ത് അതുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ പലതരം കാവടിയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നേർച്ചകളും ഒക്കെ. ഭാഗ്യമുണ്ടെങ്കിൽ പീക്കോക്കിനെ കാണാം. പിന്നെ കുരങ്ങന്മാരുണ്ട്. ഈ വരുന്ന പടിക്കെട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ട് സാധാരണ. ഇന്ന് ഞാൻ കണ്ടില്ല. പല ടൈമിങ്ങും പല അവന്മാരുടെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഞാൻ ഉണ്ണിയപ്പം മേടിച്ചു. പിന്നെ നമ്മൾ പൂജിക്കാൻ കൊടുത്ത പഴം അതെല്ലാം തിരിച്ചു കിട്ടും അതിനകത്തുള്ള. അപ്പോൾ ആ പാത്രം ഇവിടെ വെച്ചിരുന്നാൽ മതി, അവർ കളക്ട് ചെയ്തോളും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കൊടുത്തിട്ട് പോകാം. പിന്നെ ഈ സിനിമേൻ്റെ കാര്യം ഞാൻ വളരെ കഥ ഇന്ന് വരെ എന്നുള്ള മൂവിയാണ്. അതിനകത്ത് മേത്തിൽ ദേവിക ആൻഡ് ബിജു മേനോൻ അവർ രണ്ടുപേരും കൂടി ഒരു ചിരകാല അഭിലാഷം പോലെ അവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുത്താവൂരിൽ വരുന്ന പടി കയറി 280 സ്റ്റെപ്സ് കയറി വരുന്ന ആ ഒരു മൂവിയിലാണ് ആ സിനിമ. ഇന്നെൻ്റെ ആദ്യത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പഞ്ചാമൃതം, ഭഗവാന്റെ നിവേദ്യം തന്നെയാണ്. പിന്നെ ഉണ്ണിയപ്പം കഴിച്ചു. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പോകുന്ന വഴിക്ക്. ഇതിനടുത്ത് തന്നെയാണ്. ഈ ക്ഷേത്രം അറിയുന്ന ഒരുപാട് പേരുണ്ട്, വഴിയല്ല. അറിയാത്തവർക്ക് വേണ്ടി പറയാം. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാലരാമപുരത്ത് നിന്നും കാട്ടാക്കട പോകുന്ന റൂട്ടിലാണ് ഇരുത്താവൂർ. അത് കഴിഞ്ഞാൽ പിന്നെ ഊരുട്ടമ്പലം. ഇപ്പം നമ്മൾ തിരിച്ച് ഊരുട്ടമ്പലം ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു വളരെ പഴയ ഒരു കുഞ്ഞു കടയുണ്ട്, അതായത് ഹോട്ടൽ ശ്രീകാന്ത്. പഴയ അത് അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ലഞ്ചൊക്കെ അവർക്ക് നോൺ വെജും ഒക്കെ കിട്ടും, അതൊക്കെ ഫേമസ് ആണ്. എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്. അവർക്ക് ചൂട് ദോശയും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ആകാം. ശ്രീകാന്ത്. ഓക്കെ, നമ്മൾ എത്തിക്കഴിഞ്ഞു ഊരുട്ടമ്പലം. ഈ ഭാഗത്തെ ഹോട്ടൽ ശ്രീകാന്തിൻ്റെ കുഞ്ഞു കടയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പം, ദോശ, പുട്ട്, പയറ്, പപ്പടം, ഇടിയപ്പം എല്ലാം കിട്ടും. അങ്ങനെ ശ്രീകാന്ത് ഹോട്ടലിലെ ഈ സമയത്ത് ദോശയൊക്കെയാണല്ലേ? ഇടിയപ്പം, എനിക്ക് ദോശ, അതിൻ്റെ കൂടെ വട എന്തെങ്കിലും ഉണ്ടോ? രസവട. ദോശ തരും. അപ്പോൾ ഈ ശ്രീകാന്ത് എന്നുള്ള പേര് ആരുടെയാണ്? മോൻ്റെ പേര്. ഓ ശരി. ഓക്കെ, അച്ഛൻ ഫാദറിലോ തുടങ്ങിയതാണ്. 60 years ഓൾഡ് അല്ലേ? എന്താ പേര്? ബിന്ദു. ബിന്ദുവാണ് ഇപ്പോൾ പകൽ നോക്കുന്നത്. ഇതെങ്ങനെ ടൈമിങ്? രാവിലെ തുടങ്ങും? എത്ര മണി വരെ ഉണ്ട്? മതി 2 മതി. എത്ര മണി? വട, രസവട. പിന്നെ എത്ര മണി വരെയാണ്? രാത്രി 9 വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞാൽ എത്ര മണി? 10 മണി വരെ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഊണിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? മീൻ വറുത്തത്, നോർമൽ നാടൻ ഊണല്ലേ? ബീഫുണ്ട്. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ പൊറോട്ടയൊക്കെയാണ്, പൂരി പൊറോട്ട. മനസ്സിലായി. നല്ല ചൂട് ദോശ, വാഴയിലയിൽ രസവട. ചെറിയ കടയാണ് കേട്ടോ. അത്ര 3, 6, ഒരു 15 പേർക്ക് ഒറ്റ ടൈം ഇരിക്കാൻ പറ്റും. ചമ്മന്തി.
ഓ ലാവിഷ്. ഇതാണ് കോംബോ. ചമ്മന്തി നിറച്ച 2 ചൂട് ദോശ, രസമല, പപ്പടം 2. സാധാരണക്കാർ ധാരാളം വന്ന് കഴിക്കുന്നത് ഹോട്ടലാണ്. രാവിലെ മുതൽ രാത്രി 10 മണി വരെയും ഭക്ഷണം കിട്ടും. എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ തമിഴാണ്, അതുകൊണ്ട് ഞാനെന്തോ ചോദിച്ചപ്പോൾ മനസ്സിലായില്ല. ഓക്കെ, കഴിച്ചോ. കട്ടൻ കാപ്പിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ദോശയ്ക്ക് ചമ്മന്തി മാത്രമല്ല സാമ്പാറും ഉണ്ട്. കഴിച്ചോളാം. സൂപ്പർ. നല്ല ചമ്മന്തി, നല്ല ദോശ, നല്ല രസവട, പപ്പടം. ഇങ്ങനെയാണ് കോമ്പിനേഷൻ കേട്ടോ. പപ്പടമൊക്കെ മിക്സ് ചെയ്ത് സാധാരണ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന പോലെ പപ്പടം, ദോശ, ചമ്മന്തി, ഓംലെറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബീഫ്, ഉച്ചക്കലത്തെ ബീഫ് ഫ്രൈയും ബീഫ് പിന്നെന്താ പറയുക ചിക്കനൊക്കെ ഭയങ്കര ഫേമസാണ്. ഞാൻ സാധാരണ കട്ടൻ കാപ്പിയൊന്ന് നോർമലി കുടിക്കുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കൗതുകമാണ്, ഒരു ആംബിയൻസ് അതിനനുസരിച്ച്. പുട്ട്, ചെറുപയർ പുഴുങ്ങിയത്, പപ്പടം, അത് മറ്റൊരു കോമ്പോ. പിന്നെ സാമ്പാറും അപ്പം, മുട്ട, അത് വേറെ, ഇടിയപ്പം അതുപോലെ. റോള് കാണാം, നോക്കിയാൽ. ചമ്മന്തി ഇച്ചിരി കൊടുക്കുന്നുണ്ട്. ചമ്മന്തിയൊക്കെ അൺലിമിറ്റഡാണ്. സാമ്പാറുണ്ട് വേണമെങ്കിൽ. അങ്ങനെ രാവിലെ ഒരു നല്ല ഡിഫറെൻ്റായിട്ട് ദോശയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു. നിറയെ ചമ്മന്തി. യെസ്, അങ്ങനെ അടിപൊളി. രാവിലെ ഒരു തനി നാടൻ നമ്മുടെ വീട്ടിലെ പോലെ ഹോംലി ആയിട്ടൊരു ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് ശ്രീകാന്ത് ഹോട്ടൽ. നല്ല ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇത് ഊരുട്ടമ്പലം ആ സ്ഥലത്താണ്. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ കറക്റ്റാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എഴുത്താവൂർന്ന് എളുപ്പത്തിന് വരാം. ഓക്കെ, ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.